മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നൂറയും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോളോട് നൂറ ചോദിക്കുന്നുണ്ട്, നീ ജയിലിൽ കിടന്ന് കരഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ നുണ പറയുന്നത്, നിൻ്റെ മുഖം കണ്ടാൽ അറിയാലോ എന്ന് പറയുന്നുണ്ട്. ആ ഞാൻ കരഞ്ഞു. എന്തിനാ നീ കരഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് നൂറ. ജിസേൽ എന്നോട് പറഞ്ഞു അവളെ പോടി എന്നൊക്കെ വിളിച്ചു. ഞാൻ കിച്ചണിൽ നിന്ന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ എല്ലാവർക്കും ദോശയും കറിയൊക്കെ ആവശ്യത്തിന് കൊടുക്കുന്നതല്ലേ, പിന്നെ എന്തിനാണ് അവൾ അങ്ങനെ പറയുന്നത്. അവൾ എന്നോട് പറഞ്ഞു സോറി പറയാം, പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ സോറി പറയില്ല എന്ന്. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നീ എന്താണെങ്കിലും സോറി പറയുമല്ലോ എന്ന് പറഞ്ഞു. ഇനി ലാലേട്ടനല്ല ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു കാര്യത്തിൽ ഞാൻ സോറി പറയില്ല എന്ന് തന്നെ നൂറേനോട് പറയുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, നീ പോയി ഫുഡ് കഴിക്കുക, എനിക്ക് ഫുഡൊന്നും വേണ്ട, നീ ഇന്ന് കിച്ചണിലത്തെ കാര്യം അതും നീ ഒന്ന് വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, അതാരെങ്കിലും നോക്കിയിട്ടുണ്ടോ. നിനക്കന്ന് അവിടെ പോയി പറഞ്ഞുകൂടായിരുന്നില്ലേ ഫുഡില്ലാന്ന്. ഞാൻ ചെന്ന് സാരി കൊടുത്തു കഴിഞ്ഞ് ഞാൻ പോയി നോക്കുമ്പോഴേക്കും അവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവരവിടെ ഓരോ പണിയാണ്. പിന്നെ ഞാൻ മാവെടുത്ത് വല്ല ദോശയും ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമാക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. അത് അവർ പ്രശ്നമൊന്നും ആക്കൂല. ഫുഡിൻ്റെ കാര്യമില്ലേ, നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നീ പോയി ചോദിക്കണ്ടേന്ന് നൂറ അനുമോളോട് പറയുന്നുണ്ട്. എനിക്ക് വേണ്ട, ഒരു നേരം കഴിച്ചില്ല എന്ന് കരുതി ഒരു കുഴപ്പവും സംഭവിക്കില്ല. എനിക്കിന്ന് ആ ടാസ്കിൽ നന്നായി പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഞാനൊരു ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും ഒക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും എനിക്ക് പറ്റിയില്ല. എനിക്ക് എപ്പോഴും പൊട്ടി കരയാൻ തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കരയില്ല. പുറത്ത് എനിക്ക് ഞാനിപ്പോൾ ഭയങ്കര കരച്ചിൽ കാർഡ് എടുക്കുന്ന ആളാണെന്നാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഞാൻ മൈക്കൂരി വെച്ചിട്ടാണ് നിന്നോടിത് പറയുന്നത്. പുറത്ത് എനിക്ക് അങ്ങനത്തെ ഒരു പേര് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അനുമോൾ കരയുകയാണ്. നൂറ പറയുന്നുണ്ട്, വൈൽഡ് കാർഡുകൾ പറയുന്നതൊന്നും നീ വിശ്വസിക്കരുതെന്ന് മൈക്ക് പൊത്തിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അവർ നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. നീ അതൊന്നും വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് കരയാൻ തോന്നിയില്ല. ഞാൻ ഇനി കരയില്ല, അത് നല്ലതാണ്. നീ കരയാതെ പറഞ്ഞതാണ് നന്നായതെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതേപോലെ തന്നെ സ്റ്റാർ മാജിക്കിൽ പോയപ്പോൾ എനിക്ക് ഇതേപോലെ ഒരു അനുഭവമായിരുന്നു. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ അവർ ബൂസ്റ്റ് ചെയ്ത് ഞാനത് ഭയങ്കര വൈറലായി പോയി. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്നെ പിന്നീന്ന് കുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരു ഷോയിൽ ഞാനാണ് പോപ്പുലറായി പോയത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്താലും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ശ്രമിക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കാൻ ആരും തന്നെ വരുന്നില്ല. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലാണ് വരുന്നത്. കരയാൻ നിന്ന് കഴിഞ്ഞാൽ കരച്ചിൽക്കാരുടെ ഇറക്കിയെന്ന് പറയുകയും ചെയ്യും.